ഹലോ ഫ്രണ്ട്സ്, പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ബോട്ട് ഓപ്പറേഷൻസ് ട്രെയിനി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. 40 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ 1 ഇയറത്തേക്കായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി മെയിൽ ആൻഡ് ഫീമെയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 40 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കാം. മിനിമം 60% മാർക്ക് ഇൻ ITI ഏതൊക്കെയാണ് ട്രേഡ് എന്ന് വെച്ചാൽ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, machinist, AC mechanic and diesel mechanic pass out the year 2022, 23, 24, 25, 26. ഇപ്പോൾ 22 തൊട്ട് 26 വരെ പാസ് ഔട്ട് ആയ ഈ ITI ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് എടുത്തവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ നോട്ട് കൺസിഡർ എന്നും പറയുന്നുണ്ട്. ഇനി മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം 60% മാർക്ക് ഇൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് പാസ് ഔട്ട് ഇൻ 2022 അപ് ടു 26. ഇത് 22 മുതൽ 26 വരെ പാസ് ഔട്ട് ആയ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് 60% മാർക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് GPR ലൈസൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇതിന് വേണം. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്റ്റൈഫൻഡ് എല്ലാം വരുന്നത്. അതായത് GPR ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് മന്ത്ലി കിട്ടുന്നത് 9,000 പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈഫൻഡ്. ഇനി GPR ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ 7,000 പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ്. റെഡ്യൂസ് ചെയ്യും സ്റ്റൈഫൻഡ് എന്ന് ഓർത്തിരിക്കുക. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 1 ഇയർ ആണ് നിങ്ങൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ദോസ് ഹു ആൾറെഡി GPR സർട്ടിഫിക്കറ്റ് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ GPR സർട്ടിഫിക്കറ്റ് ഇപ്പം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഫർദർ 2 വർഷം കൂടെ അവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഏരിയ ഓഫ് ട്രെയിനിങ് ഈ പറഞ്ഞിരിക്കുന്ന ഇതിലാണ്. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവർ ചെക്ക് ചെയ്യുന്നതാണ്. സ്റ്റൈഫൻഡ് 9,000 പെർ മന്ത് ഇൻക്ലൂഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഇയേഴ്സ് ആൻഡ് EPF ഫോർ GPR സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് 7,000 പെർ മന്ത് കിട്ടും. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെയാണ്. ടെസ്റ്റും അതുപോലെ തന്നെ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിരിക്കും. ട്രെയിനിങ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 17,000 അപ് ടു 18,000 വരെ കിട്ടാം. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 19,000 മുതൽ 20,000 വരെ കിട്ടാമെന്ന് പറയുന്നുണ്ട്. ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഫോർ IT ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. ഇനി ഉള്ള ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റിനെ അവർ ഇൻഫോം ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ അത് അവർ ഇൻഫോം ചെയ്യുന്നത് മെയിൽ ത്രൂ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് അതായത് ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID വേണം നിങ്ങൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഹൗ ടു അപ്ലൈ എന്ന് വെച്ചാൽ നിങ്ങൾ KMRന്റെ അല്ലെങ്കിൽ KMR അല്ലെങ്കിൽ KWML വെബ്സൈറ്റ് ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. മെയിനായിട്ട് ഒരു ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് കോപ്പി വേണം അപ്ലോഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൽ നിന്ന് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്.